സൂപ്പർ പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക് ശ്രീ സി ആർ നീലകണ്ഠൻ, താങ്കൾക്ക് മറുപടി പറയാം. ഒന്ന്, കൃത്യമായും നരേന്ദ്രമോദിയുടെ ഫാസിസത്തെ അരവിന്ദ് കെജ്രിവാൾ നേരിടുന്നതിൻ്റെ 5-1 100-1 പോലും പിണറായി വിജയന് നേരിടേണ്ടി വരുന്നില്ല. എന്നിട്ട് ഫക്രുദ്ദീനെ പോലുള്ള ആളുകൾ എന്തിനാ സ്വയം കായ്സ് വാദിച്ച് തോൽക്കുന്നത്? അതവിടെ നിൽക്കട്ടെ. നരേന്ദ്രമോദിയൊക്കെ എടുത്ത കള്ളക്കേസിന്റെ പുറത്ത് കെജ്രിവാൾ രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞാൽ അടുത്ത ഇലക്ഷനിൽ ലോക്സഭാ ഇലക്ഷൻ ബിജെപി തൂത്തുവാരിക്കൊണ്ട് കേരളത്തിൽ ഇങ്ങനെയൊക്കെ കളിച്ച് തില്ലങ്കരിയെ പോലെയുള്ള ഉച്ചിട്ടുള്ള സംഘത്തിന് അതാണ് പറഞ്ഞത്. ഒരു ഇലക്ഷൻ ജയിക്കുന്നതല്ല, പ്രതിരോധിക്കാൻ പറ്റുന്നുണ്ടോ? ആ കാര്യത്തിൽ നിങ്ങളെ ഞാൻ ബഹുമാനിക്കുക തില്ലങ്കരിനെ. അല്ല, പ്രതിരോധിക്കുന്ന അപ്പണബോധമുണ്ട്. അല്ല, പ്രതിരോധിക്കാൻ അല്ല അതൊക്കെ നമുക്ക് വേറെ പള്ളി പറഞ്ഞാൽ മതി. അതല്ല വിഷയം. സ്വയം കേസ് തോൽക്കരുത്. അല്ല, തോൽക്കാന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ് എന്തും പറഞ്ഞു ഞാൻ തില്ലങ്കരിയിൽ അടിച്ചോളും, ഞാൻ നിങ്ങൾക്ക് മറുപടി വിചാരിച്ചിട്ടല്ലേ പിണറായി വിജയനെ കിട്ടുമ്പോൾ അടിക്കുന്നത്. പിണറായി വിജയൻ ലോജിക്കായി നിങ്ങൾ അടിച്ചാലും പറയില്ല. പക്ഷെ അതിനെ നമുക്ക് നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാണ്ടിരുന്ന് കേട്ടില്ല. അത് ആരാണ്, കെജ്രിവാൾ ആണോ പിണറായി വിജയനാണോ CPM-നെതിരെ നമുക്ക് വേറെ തർക്കിക്കാം. എൻ്റെ പോയിന്റ് എന്താ വെച്ചാൽ, നിയമം പാലിക്കാൻ ബാധ്യതപ്പെട്ട ആളുകളാണ് മുഖ്യമന്ത്രി. അത് കെജ്രിവാൾ ആണെങ്കിലും നരേന്ദ്രമോദി ആണെങ്കിലും. ഇവിടെ ഗുജറാത്തിൽ എല്ലാ നിയമങ്ങളും ലംഘിച്ച് കൂട്ടക്കൊല നടത്തിയപ്പോൾ മുഖ്യമന്ത്രിക്ക് അതിന് ഉത്തരവാദിത്തമുണ്ട്. ഇവിടെയും ഞാൻ പറയുന്നത് നേരത്തെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്ന പോലെ കൃത്യമായി പോലീസിനെ ഉപയോഗിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയണം. അത് CPM ചെയ്താലും ഇപ്പം TP ചന്ദ്രശേഖരൻ്റെ പദത്തിൽ അത് ചെയ്തതുകൊണ്ടാണെന്ന് തിരുവഞ്ചൂർ പറയുന്നു. ശരിയായിരിക്കാം, തെറ്റായിരിക്കാം, അത് സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് പറയാം. പ്രശ്നം അതല്ല. ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ പോലീസിൻ്റെ അധികാരമുള്ള മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്. അത് ചെയ്യണം എന്ന് നികുതിദായകനായ ഞാൻ പറഞ്ഞാൽ അതിന് വർഗസമരമായും വർഗേതര സമരമായും ഒക്കെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ട കാര്യം തിരിക്കണു എന്ന് വെച്ചാൽ കണ്ണൂർ ഇങ്ങനെ കൊലപാതകനി നടക്കുമെന്നോ? എന്താ അതിന് പരിഹാരം പറയേണ്ടത് കേരള മുഖ്യമന്ത്രിയാണ്. കാരണം അദ്ദേഹമാണ് അധികാരത്തിലുള്ളത്. അതുകൊണ്ടാണ് പറയേണ്ടത്, അല്ലാണ്ട് അദ്ദേഹം പിണറായി വിജയൻ ആയതുകൊണ്ടല്ല. കേരളത്തിലെ മുഖ്യമന്ത്രി പറയണം, എൻ്റെ നികുതി പണം ശമ്പളമായി വാങ്ങുന്ന പോലീസുകാരെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രി പറയണം. ഇത് പറയാൻ അവകാശമുണ്ട്. ഇത് BJP ഇരുന്നാലും പറയും, നരേന്ദ്രമോദി ആണെങ്കിലും പറയണം. കാരണം അത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഈ നിയമം ബേസിക്കലായി ഇത്രയും കാര്യം മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ന്യായം പറയണം എന്തിനാണ്? അവിടെയാണ് പ്രശ്നം. ഈ പറഞ്ഞതുപോലെ പാവപ്പെട്ട മനുഷ്യർ കൊല്ലപ്പെടുന്നു, അധികാരം കിട്ടുമ്പോൾ അത് കുടുംബക്കാർക്ക് വീതിച്ചു കൊടുക്കുന്നു, വടിവാൾ വരുമ്പോൾ അത് പാർട്ടിക്കാർക്ക് കിട്ടുന്നു എന്ന രൂപത്തിലൊക്കെ വിമർശനം വരുന്നത് അതുകൊണ്ടാണ്. ശരി, വളരെ കുറച്ച് സമയമേ ഉള്ളൂ. രാകേഷ് ഇപ്പോൾ വീണ്ടും ടെലിഫോൺ ലൈനിൽ വന്നിട്ടുണ്ട്. രാകേഷ്, താങ്കളുടെ പ്രതികരണം. ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടിട്ടുണ്ടാകും, കേട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഒന്നാമത്തെ കാര്യം, ശ്രീ തിരുവഞ്ചൂർ പറഞ്ഞത് പച്ചക്കള്ളമാണ്, ഒരു അടിസ്ഥാനമില്ലാതാണ്. UDF അധികാരത്തിലിരിക്കുമ്പോൾ 27 CPM പ്രവർത്തകർ കൊല്ലപ്പെട്ടു. എല്ലാവരെയും മിക്കവാറും ആളുകളെ കൊന്നത് RSSകാരാണ്. അങ്ങനെ കൊല്ലപ്പെട്ടപ്പോൾ താങ്കളുടെയും വേണുവിന്റെയും മാധ്യമ ചർച്ചക്കാരുടെയും ഒക്കെ വായിൽ 2 പേരെ വരൂ. അങ്ങനെ 2 പേര് മാത്രം വരുന്നത് അതിന്റെ മേലെ മാത്രമേ അന്വേഷണം നടത്തിയിട്ടുള്ളൂ, അതിന്റെ മേലെ മാത്രമേ ചാനൽ ചർച്ച നടത്തിയിട്ടുള്ളൂ. കമ്മ്യൂണിസ്റ്റുകാർ കൊല്ലപ്പെടുമ്പോൾ അത് ചർച്ച ചെയ്യാനോ അത് സംബന്ധിച്ച് അന്വേഷണം നടത്താനോ ആരും തയ്യാറാവുന്നില്ല. 27 പേർ. കണ്ണൂർ ജില്ലയെ കുറിച്ച് പറഞ്ഞില്ലേ, കണ്ണൂരിൽ താങ്കൾ അഷ്റഫ് എന്ന് പറയുന്ന പേര് കേട്ടിട്ടുണ്ടോ? ഓണിയൻ പ്രേമൻ എന്ന് പറയുന്ന പേര് കേട്ടിട്ടുണ്ടോ? വിനോദൻ എന്ന് പറയുന്ന പേര് കേട്ടിട്ടുണ്ടോ? മനോജ് എന്ന് പറയുന്ന പേര് കേട്ടിട്ടുണ്ടോ? UDFന്റെ ഭരണത്തിൽ കൊല്ലപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരാണിവർ. അവരുടെ പേര് താങ്കൾ കേൾക്കില്ല. കാരണം അത് ചാനൽ ചർച്ചയിൽ ഇടം പിടിച്ചിരുന്നില്ല, തിരുവഞ്ചൂരിന്റെ അന്വേഷണത്തിൽ ഇടം പിടിച്ചിട്ടില്ല. രാകേഷ്, അന്നത്തെ ആഭ്യന്തരമന്ത്രി ആയിരുന്ന തിരുവഞ്ചൂർ റെക്കോർഡ്സ് കൂടെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറയുന്നു എന്നാണ് ആ ഘട്ടത്തിൽ പറഞ്ഞത്. അത് ഞാൻ റെക്കോർഡ് വെച്ചിട്ടാണല്ലോ പറയുന്നത്. താങ്കൾക്ക് അന്നത്തെ പത്രങ്ങളിൽ വന്നില്ല, ചരമകോളത്തിൽ വന്ന വാർത്ത നോക്കിക്കോ. ഒരു വർഷം എന്നും പറയുന്നുണ്ട് തിരുവഞ്ചൂർ പറഞ്ഞത്, 1 വർഷം എന്നും പറയുന്നുണ്ട്. വളരെ കൃത്യമായി 5 വർഷത്തിനിടയിൽ സംഭവിച്ചു. ഞാൻ ചോദിക്കട്ടെ, കാസർഗോഡ് 6 വയസ്സുകാരനായ ഒരു കുട്ടിയെ RSSകാർ കൊന്നില്ലേ? അന്ന് പോലും ചാനൽ ചർച്ചയോ അല്ലെങ്കിൽ തിരുവഞ്ചൂരിന്റെ പ്രതികരണം ഉണ്ടായിട്ടില്ലല്ലോ, ആരെയും പിടിച്ചിട്ടില്ലല്ലോ. ഇവിടെ അടിസ്ഥാന പ്രശ്നത്തിലേക്ക് നമ്മൾ വാ. അടിസ്ഥാന പ്രശ്നം എന്താ? RSS ആയുധം താഴെ വെക്കണം. താഴെ വെക്കില്ലെന്ന് ഇപ്പൊ ഇവിടെ വത്സൻ തില്ലങ്കേരി തന്നെ പറഞ്ഞില്ലേ കൃത്യമായിട്ട്. ആയുധം ഉണ്ടാക്കും, ബോംബുണ്ടാക്കും പറഞ്ഞില്ലേ. ആയുധം താഴെ വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്മമാരുടെ കണ്ണീര് വീഴില്ല. ഏത് മനുഷ്യരുടെ ഏത് കൊലപാതകവും ദുഃഖകരാണ്. പക്ഷേ ഏകപക്ഷീയമായ അക്രമം നടത്തുക, കമ്മ്യൂണിസ്റ്റുകാരെ കൊലപ്പെടുത്തുക, അങ്ങനെ കൊലപ്പെടുത്തുമ്പോൾ അതിനെ സംബന്ധിച്ച് ചർച്ചയില്ലാതിരിക്കുക, തിരിച്ചെന്തൊക്കെ സംഭവം ഉണ്ടാകുമ്പോൾ അത് മഹാസംഭവമായി
ചിത്രീകരിക്കുക, ഇത് അങ്ങേയറ്റം ദൗർഭാഗ്യരാണ്. രാകേഷ്, ഇന്നത്തെ ഈ ചർച്ചയിൽ അങ്ങ് ഏറിയ കൂറും പങ്കെടുക്കുകയുണ്ടായി. ഈ ചർച്ചയിൽ ഒരു നിമിഷം, ഈ ചർച്ചയിൽ പക്ഷപാതപരമായി ഈ ചർച്ച മുന്നോട്ട് പോയ ആക്ഷേപമുണ്ടോ? ഇന്ന് ഉണ്ടോ? ശരി, വേണു, അങ്ങനെയില്ല. ഈ ചർച്ചയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഞാൻ പൊതു നിലയെ സംബന്ധിച്ചാണ് പറയുന്നത്. ഇവിടെ തന്നെ പറഞ്ഞില്ലേ, തില്ലങ്കേരി പറഞ്ഞല്ലോ, രവീന്ദ്രൻ വാഹനം കയറി കൊല്ലപ്പെട്ടു എന്ന്. ഞാൻ ചോദിക്കട്ടെ, വാഹനം കയറുമ്പോ എങ്ങനെ ബോംബ് പൊട്ടുക? ബോംബെറിഞ്ഞ് ആഹ്ലാദപ്പെടുന്നതിന് നേരെ ബോംബെറിഞ്ഞപ്പോ ആ ബോംബേറിൽ പരിക്ക് പറ്റി തെറിച്ചു വീണ രവീന്ദ്രന്റെ ശരീരത്തിലേക്ക് വാഹനം ഓടിച്ചു കയറ്റുകയായിരുന്നു എന്നുള്ളതല്ലേ സത്യം? എന്നിട്ട് അദ്ദേഹം ഇവിടെ പറഞ്ഞെന്താ? ഇങ്ങനെ പെരുന്നുണകളുടെ പേമാരിയുമായി രക്ഷപ്പെട്ടു പോകാം. ശരി, ഞാൻ ഇടപെടുകയാണ്. എനിക്ക് സമയം പൂർണ്ണമായി കഴിഞ്ഞെങ്കിലും അവസാനമായി ഒരിക്കൽ ഞാൻ സുഭാഷ് ബാബുവിലേക്ക് പോവുകയാണ്. ശ്രീ സുഭാഷ് ബാബു, കഷ്ടി ഒരു 50 സെക്കൻഡ്. ഇവിടെ ഈ കേന്ദ്രഭരണം BJP കൈയാളുന്നതും ഇവിടെ CPM അധികാരത്തിലിരിക്കുന്നതും കൊണ്ടാണോ പോലീസിന് കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതിരിക്കുന്നത്? എന്ന് വെച്ചാൽ അധികാരവുമായും പ്രത്യക്ഷ പാർലമെൻ്ററി രാഷ്ട്രീയവുമായും ബന്ധമില്ലാത്തവരാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു. പക്ഷേ അധികാരത്തിൻ്റെ സമ്മർദ്ദത്തിൽ തന്നെ കൂടുതൽ മുന്നോട്ട് കാര്യങ്ങൾ പോകാതിരിക്കുകയും ചെയ്യുന്നു എന്നതാണോ കണ്ണൂരിലെ നില? ഇല്ല, ക്രമസമാധാനം എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ പൂർണ്ണ ചുമതലയാണ്. അത് സെൻട്രലിന് അതിനകത്ത് യാതൊരു നടപടിക്രമങ്ങളുമില്ല. അതുകൂടാതെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സ്വതന്ത്രമായിട്ട് വിടുകയും രാഷ്ട്രീയ ഇടപെടലിന് അതീതമായി പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെ സമാധാനം വരാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് ഇന്നും ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചാൽ, നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ രഹസ്യമായിട്ട് ഈ കാര്യമൊക്കെ സമ്മതിക്കും. പോലീസിന് സ്വാതന്ത്ര്യമില്ല. രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടി സമാധാനം ഉണ്ടാകണമെന്ന് അവിടെ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നില്ല. അതിനനുസരിച്ച് പോലീസിനോട് സഹകരിക്കുന്നില്ല. ഇതില്ലാതെ രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ലാതെ എങ്ങനെയാണ് രാഷ്ട്രീയമായിട്ടൊരു സമാധാനം അല്ലെങ്കിൽ സാമൂഹിക സമാധാനം ഉണ്ടാക്കാൻ പറ്റുന്നത്? സാധ്യമല്ല എന്നുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ ഇത് തർക്കം ഉണ്ടാക്കിയിട്ട് ചർച്ചയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം നടന്നിട്ട് കാര്യമില്ല. അവിടെ സമാധാനം വേണോ വേണ്ടോ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യചിഹ്നമല്ല, ഉണ്ടായേ പറ്റൂ. അതിന് പോലീസിന് നല്ല രീതിയിൽ ഉപയോഗിക്കുകയും അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയും രാഷ്ട്രീയത്തിന് ഇടപെടലില്ലാത്ത രീതിയിൽ സത്യസന്ധമായി അക്രമികളെ നേരിട്ട് കൈകാര്യം ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം പോലീസിന് സിദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ സമാധാനം ഉണ്ടാവും. അതുണ്ടാകാൻ അനുവദിക്കാത്തത് കൊണ്ടാണ് ഇത് ഈ സാഹചര്യം തുടരുന്നത്. അത് വീണ്ടും തുടർന്നു പോകുന്നതിന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ശരി, വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.